ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയെ പോലെ ജീവിച്ച ഒരാൾക്ക് ഈ പണി പറ്റുവച്ചാ? വെറുതെ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കാന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് നേട്ടം നമുക്കുള്ളേ? അച്ഛൻ പറ. എടാ, ഇതൊക്കെ നിന്റെ അമ്മയുടെ തീരുമാനങ്ങളാ. അതിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ ഭാമ ഇത് അംഗീകരിച്ചിരുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്റെ സുസു ഇത്രയും ദുഷ്ടതരൊന്നും കാണിക്കരുത് കേട്ടോ. എനിക്കറിയില്ല പപ്പി. ഈ കുട്ടികളെയൊക്കെ എങ്ങനെ ദ്രോഹിച്ചാലേ ദൈവം പോലും പൊറുക്കത്തില്ല. നിനക്ക് എന്റെ കൂടെ ഇവിടെ പൊറുക്കണമെങ്കിൽ മിണ്ടാണ്ട് നിന്നോണം. ഇവിടെ ഞാൻ പറയുന്നതും കേട്ട് ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം നിന്നാ മതി എന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇറങ്ങിക്കോ, എനിക്കൊരു പരാതിയില്ല. അത് കൊച്ചു കുട്ടികളല്ലേ, അവര് പോയൊന്നെങ്കിലും നോക്കണ്ടേ? നിക്കവിടെ. അവർക്ക് വരാൻ അറിയാമെങ്കിൽ പോവാനും അറിയാം. എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരൊന്നുമല്ല, നല്ല ബുദ്ധിസാമർഥ്യം ഉള്ളവര് തന്നെയാ. അവര് നിന്നേക്കാൾ നന്നായിട്ട് വഴിതെറ്റാതെ വീട്ടിൽ ചെന്നോളൂ. പിന്നെ അവരുടെ അമ്മയുണ്ടല്ലോ ശ്യാമ, അവളാ വഴിയിലെങ്ങാനും നിന്നിട്ട് പിള്ളേരെ പറഞ്ഞു വിട്ടതല്ലാന്ന് ആര് കണ്ടു? ഇതും ഇതിനപ്പുറം ചെയ്യുന്നവളാ അവള്. അപ്പൊ ആ കുടുംബത്തിലെ കുട്ടികളല്ലേ, ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും. കേട്ടിട്ടില്ലേ, അമ്മ വേലി ചാടിയാ മകള് മതില് ചാടുന്നു. ശാരദാമ്മയുടെ പെമ്മക്കളൊക്കെ ചാട്ടക്കാരാ. അപ്പൊ പിന്നെ കൊച്ചുമക്കള് ചില്ലറക്കാരാവോ? അവരും ചാടും. നോക്ക്, വാതിലെങ്ങാൻ തുറന്നു പോയാ കൈ ഞാൻ വിട്ടും. രോഹിത്തെ, ഇനിയെങ്കിലും നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ആ കുടുംബം ആ കുടുംബത്തിലെ ആൾക്കാരുമായിട്ടുള്ള സഹവാസവും കാണലും ഒക്കെ എന്നേക്കുമായിട്ട് നിർത്തിയാലേ നീ രക്ഷപ്പെടും. പറ്റുമെങ്കിൽ കേക്ക്, ഇല്ലെങ്കിൽ ചെന്ന് നശിക്ക്. അല്ല പിന്നെ ജഗദീപേ, ആ കുഞ്ഞുങ്ങള് വാതിൽക്കൽ നിൽക്കുകയാണെങ്കിലോ വിളിക്കുകയാണെങ്കിലോ വാതിൽ തുറന്നു പോരുത്. കൊറേ നേരം നിന്ന് കാല് മരവയ്ക്കുമ്പോ പൊക്കോളും. മനസ്സിലായോ? ഞാൻ തുറക്കൂല, കൊന്നാ പോലും തുറക്കൂല. ഇവന് ഇന്ന് ഞാൻ എടാ, നീ ഒരു മനുഷ്യനാണോടാ? തന്തയാന്നും പറഞ്ഞ് നടക്കുന്നു. നാണില്ലല്ലടാ എവളുടെ വാക്കം കേട്ട് സ്വന്തം കൊച്ചിനെ തല്ലി ഓടിക്കാൻ. കഷ്ടം. പാവം കുഞ്ഞുങ്ങള് പേടിച്ചു പോയി കാണും. നീയൊക്കെ ഈ ശാപമൊക്കെ മേടിച്ചു കൂട്ടിയിട്ട് എങ്ങനെ ജീവിക്കുന്ന? നശിച്ചു ഓടി. അച്ഛൻ അറിഞ്ഞോണ്ടാണോ അമ്മ ഈ വീട് വീടാന്തരം കേറി വീട്ടിൽ ഈ പണിക്ക് പോകുന്നേ? അമ്മയെ പോലെ ജീവിച്ച ഒരാൾക്ക് ഈ പണി പറ്റുവച്ചാ? വെറുതെ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കാന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് നേട്ടം നമുക്കുള്ളേ? അച്ഛൻ പറ. എടാ, ഇതൊക്കെ നിന്റെ അമ്മയുടെ തീരുമാനങ്ങളാ. അതിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ ഭാമ ഇത് അംഗീകരിച്ചിരുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? എല്ലാം ചെയ്യുന്നത് സ്വന്തം ഇഷ്ടത്തോടെയാ. സ്വന്തം ഇഷ്ടം നോക്കിയിട്ടേ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഇപ്പൊ ഇവിടെയാ. ഇനിയിപ്പോ വിൽക്കാൻ വേണ്ടിയിട്ട് ആകെ കൂടി കയ്യിലുള്ളതേ കുറച്ച് ആത്മാഭിമാനം മാത്രമാ. അതും അമ്മ ഇല്ലാതാക്കും, അതെനിക്ക് ഉറപ്പാ. അതിന് വേണ്ടിയിട്ടാണ് അമ്മ ഈ കാണിച്ചു കൂട്ടുന്നത് മൊത്തം. എടാ മോനെ, ഏത് തൊഴിലും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളായി ഞാനും. പക്ഷേ തന്നെ കൊണ്ട് ഇതും ചെയ്യാൻ സാധിക്കുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അവളുടെ ഒരു ശ്രമം മാത്രമാ ഈ കാണിച്ചുകൂട്ടുന്നൊക്കെ. എന്നെ ആർക്ക് തോൽപ്പിക്കാനാവില്ല. ഞാൻ ഏത് പ്രതിസന്ധിയും നേരിടാൻ പ്രാപ്തിയുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം, അത് മാത്രമാ ഈ കാണിച്ചുകൂട്ടുന്നൊക്കെ. എന്റെ അച്ഛ, ജീവിക്കാനായിട്ട് ഞാനൊരു ജോലി ചെയ്യുന്നില്ലേ? അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതി നമ്മുടെ ഈ കൊച്ചു വീട് സുഖമായിട്ട് കഴിയാൻ. അപ്പൊ പിന്നെ വീട് വീടാന്തര സത്യം ഈ പലഹാരം കൊണ്ടു കിടന്നിട്ടാണ് ഈ കുടുംബം കഴിയുന്നത് പറയാൻ പറ്റുമോ? അച്ഛ, എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ എന്റെ അമ്മ?
നാട്ടുകൂട്ടം നടത്തിയിട്ട് പഞ്ചായത്ത് നിയമങ്ങൾ സ്വന്തം വീട്ടിലിരുന്ന് നടത്തിയിരുന്നെന്ന് ആത്മാഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഞാനിപ്പോ അമ്മയുടെ ദയനീയായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് മനസ്സ് തകർത്തിട്ടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നേ. മോനെ, നിനക്ക് അച്ഛന്റെ അവസ്ഥ അറിയാലോ. നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവരുന്നതിന്റെ പങ്കുകൊണ്ട് മിണ്ടാതെയും ഉരാടാതെയും കഴിയേണ്ട അവസ്ഥയാ. സ്വന്തം ഇഷ്ടത്തിനൊത്ത് ചലിപ്പിക്കാനാവാത്ത ശരീരത്തിന്റെ ഉടമയ്ക്ക് വാക്കുകളിൽ അപേക്ഷയുടെ സ്വരം മാത്രമേ ഉണ്ടാകാവൂ. ആജ്ഞാപിക്കാൻ പാടില്ലെന്നല്ല, കേൾപ്പില്ലടാ. നാട്ടുഭാഷയിലാ പറയുന്നെങ്കിൽ ആവതില്ലാത്തവൻ ഏതെങ്കിലും ഒരു മൂലയെ കുത്തിരിക്കണമെന്നൊക്കെ പറയും. അതാ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എടാ മോനെ, അമ്മ വീട് വീടാന്തരം കയറി നടക്കുന്ന കണ്ടിട്ട് എന്റെ മോൻ വിഷമിച്ചില്ലേ? അങ്ങനെ നടക്കാൻ പറ്റാതെ മനസ്സ് തളർന്നിരിക്കുന്ന ഈ അച്ഛന്റെ അവസ്ഥയും എന്റെ മോനെന്നറിയണം. സ്വതന്ത്രമായി ശബ്ദമില്ലാത്തവന് എല്ലാ മൂകസാക്ഷിയെ നോക്കി നിൽക്കാനേ പറ്റൂ. ഒന്ന് കരയാനാണെങ്കിലും മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് വേണം അതും ചെയ്യാൻ. നീ ലോറി ഡ്രൈവറെ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ആദ്യം എതിർത്തതും ഭാമ തന്നെയാ. പരാതി വന്ന് പറഞ്ഞതും എന്നോട് തന്നെ. നീ ഇപ്പൊ അവൾക്കെതിരെ പറഞ്ഞത് തന്നെ ഒന്ന് ഭേദപ്പെടുത്തി അന്ന് ഭാമയും പറഞ്ഞതേ. എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മകനാ, രാജാവിനെ പോലെ വളർത്തി വലുതാക്കിയ മകൻ കേവലം ഒരു ഭൃത്യനെ പോലെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോ അവക്കും സഹിച്ചില്ല. ലോറി ഓടിക്കാൻ പോകുന്നത് അവൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അന്ന് ഞാൻ ഭാമയോട് പറഞ്ഞത് തന്നെ ഇപ്പൊ നിന്നോടും പറയാ. എടാ മോനെ, എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. വേലുകൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി അവള് സാധനം വെക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവളത് ചെയ്യട്ടെ. എടാ, നിനക്ക് നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ. അഭിമാനം അത് വിട്ടുള്ള ഒരു കാര്യത്തിനും അവള് നിൽക്കൂല. അന്ന് നിന്റെ പണം ഇവിടെ ചെലവിന് ആവശ്യമില്ലാന്ന് പറഞ്ഞതും ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ. ഇതേ അഭിമാനമല്ല, ദുരഭിമാനമാ. ഒരു ഗതിയും പരഗതിയില്ലാതെ നമ്മളിപ്പോ കഴിയുന്നത് ഈ വാടക വീട്ടിലാ. പണ്ടത്തെ മന്ത്രിമാരൊന്നും സ്വപ്നത്തിൽ പോലും ഇനി നമ്മുടെ മുന്നിൽ വരില്ല. എന്നിട്ട് എന്റെ കാശിപ്പോ ഇവിടെ വേണ്ട. സ്വന്തം കാശ് കൊണ്ട് അധ്വാനിച്ച പണം കൊണ്ട് എന്തും ചെയ്യൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്താച്ചാ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അച്ഛാ, എന്റെ കാശിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഈ വീട്ടിൽ ഞാനിങ്ങനെ എല്ലാം സഹിച്ച് ഉണ്ടുറങ്ങുന്നത് എന്താണെന്നറിയോ അച്ഛനെ? അറിയോ? എന്റെ അച്ഛനും അമ്മയാണെന്നുള്ള ബോധവും കരുതലും എനിക്കുള്ളതുകൊണ്ടാ. അച്ഛൻ എന്നെങ്കിലും ഒരിക്കൽ എന്റെ പണത്തിന് ആവശ്യം വരും. അന്ന് അതിന്റെ നേരെ മുഖം തിരിക്കണമെന്ന് പറയണം അമ്മോട്. ഇതൊക്കെ നീ എന്നോട് പറഞ്ഞെന്തോടാ കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു യന്ത്രമാ. ആരൊക്കെയോ പ്രവർത്തിപ്പിച്ച മാത്രം പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം. ഇവിടെ നിങ്ങൾ അമ്മയും മോനുവാ ഈ വീട്ടിൽ ജോലിക്കായിട്ട് പോകുന്നതേ. നിങ്ങൾ കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ അത് കഴിച്ച് നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ എനിക്കിപ്പോ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിക്ക് പോകണം. അപ്പോ എനിക്ക് എന്റെ രീതിയിൽ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനും പറ്റും. പക്ഷെ എന്റെ ഈ അവസ്ഥ വെച്ച് ഞാൻ എന്ത് പണിക്കാടാ പോവാ?